റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈനെ പിന്തുണച്ചതുപോലെ തന്നെ റഷ്യയെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് ഉത്തര കൊറിയ. എന്നാൽ യുദ്ധത്തിൽ യുക്രൈന് അടിപതറിയതോടുകൂടി അമേരിക്കയും തളർന്നിരിക്കുകയാണ്. വീണ്ടും ശക്തി വീണ്ടെടുക്കുന്നതിന് അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ ത്രികക്ഷി സഖ്യം നിരന്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ത്രികക്ഷി സഖ്യത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. മേഖലയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഈ ത്രികക്ഷി സഖ്യത്തിന്റെ നടപടികൾക്കെതിരെ ഉത്തര കൊറിയ അവരുടെ ആണവ ശക്തികളെ കൂടുതൽ വികസിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, അമേരിക്കയുടെ ആണവ വിമാന കപ്പൽ എന്നിവ അണിനിരത്തി ഫ്രീഡം എഡ്ജ് എന്ന പേരിൽ ആദ്യത്തെ ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം നടത്തിയിരുന്നു. ഉത്തര കൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെയുള്ള സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യങ്ങൾ ഈ അഭ്യാസം നടത്തിയത്. അതിനെ തുടർന്നാണ് അവർക്കെതിരെയുള്ള പ്രതിഷേധവുമായി കിം ജോങ് ഉൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ തന്ത്രപ്രധാനമായ ആണവ സ്രോതസ്സുകൾ വിന്യസിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം അമേരിക്കയുടെ ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർ ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ നീക്കങ്ങൾ പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിന്റെ ആണവശക്തികൾ വികസിപ്പിക്കുന്നതിലൂടെ ആ സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കുമെന്ന നിലപാടിലാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. സ്റ്റേറ്റ് മീഡിയ KCNA റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയും ജപ്പാനും ദക്ഷിണ കൊറിയയും ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര സഖ്യത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ കിം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവായുധ ശേഖരവും യുദ്ധാഭ്യാസങ്ങളും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക സഹകരണവും മേഖലയിലെ സൈനിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും സുരക്ഷാ പരിസ്ഥിതിക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നുമാണ് കിമിന്റെ ആരോപണം. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രതിരോധ മന്ത്രാലയത്തിലെ സന്ദർശന വേളയ്ക്കിടെ പ്രാദേശിക സാഹചര്യത്തിൽ അനാവശ്യമായ പിരിമുറുക്കമുണ്ടാക്കാൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചും അതിന്റെ ഭാഗമായുള്ള ഉടമ്പടിയെക്കുറിച്ചും കിം സംസാരിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള റഷ്യൻ സൈന്യത്തിന്റെ ശ്രമങ്ങളോട് ഉറച്ച പിന്തുണയാണ് ഉത്തര കൊറിയയ്ക്കുള്ളതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. ഇതിൽ നിന്നും റഷ്യൻ ആക്രമണങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഉത്തര കൊറിയൻ നിലപാടാണ് വ്യക്തമാകുന്നത്. ഇതിനകം തന്നെ ഏകദേശം 11,000 സൈനികരെ യുക്രൈനെ ആക്രമിക്കുന്നതിനായി ഉത്തര കൊറിയ നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയ വ്യക്തമാക്കിയതനുസരിച്ച് ഇനിയും കൂടുതൽ സൈനികരെ റഷ്യയിലേക്ക് അയക്കാനാണ് ഉത്തര കൊറിയയുടെ പദ്ധതി. റഷ്യയിലെ കുക്സ് മേഖലയിലെ മുൻനിരയിലേക്ക് ഉത്തര കൊറിയൻ സൈന്യം തിരിച്ചെത്തിയതായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകുന്ന നിരന്തരമായ പിന്തുണയിൽ കൂടുതൽ തളർന്നിരിക്കുന്നത് യുക്രൈനും അവരെ സഹായിക്കുന്ന അമേരിക്കയും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയെയും ഉത്തര കൊറിയയും നേരിടുന്നതിന് വേണ്ടി ത്രിരാഷ്ട്ര സഖ്യം നിരന്തരമായി ശ്രമങ്ങൾ നടത്തുന്നതും. ഉത്തര കൊറിയൻ വാർത്താ ഏജൻസിയായ KCNA ഫെബ്രുവരി 8 പുറത്തിറക്കിയ ഒരു പ്രത്യേക വാർത്താപ്പതിപ്പിലൂടെ അമേരിക്ക ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര സഖ്യത്തിന് കടുത്ത മുന്നറിയിപ്പുകളാണ് ഉത്തര കൊറിയ നൽകിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുമായി അമേരിക്ക സൈനിക പ്രവർത്തനങ്ങൾ നടത്തിയത് ഉത്തര കൊറിയയെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഈ സൈനിക ശ്രമങ്ങളെ വിമർശിച്ച ഉത്തര കൊറിയ ഇത്തരം ആക്രമണാത്മക നടപടികൾക്ക് അഭികാമ്യമല്ലാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധി മൂലം നയതന്ത്ര ഷെഡ്യൂളുകൾ അടക്കം റദ്ദാക്കപ്പെട്ട സമയത്താണ് മുൻപുണ്ടായിട്ടില്ലാത്ത വിധം തീവ്രമായ യുദ്ധാഭ്യാസങ്ങൾ ഇരു കൂട്ടരും നടത്തിയത്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയ ഈ നടപടിയെ എങ്ങനെ എടുക്കുമെന്ന് ആർക്കും എളുപ്പത്തിൽ ഊഹിക്കാവുന്നതേയുള്ളൂ. KCNA പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കുന്നതും ഇത് തന്നെയാണ്.